അപ്പോൾ അതേ ഇന്നാണ് നമ്മുടെ പൂരം ദിവസം കേട്ടോ. അപ്പോൾ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് നല്ല പണിയാണ് കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൊല്ലവും ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഈ തിറ കൊണ്ടുപോകാറ് അമ്പലത്തേക്ക്. അപ്പോൾ അത് ആദ്യം തന്നെ അവിടെ എത്തിക്കണം എന്നാണ്. അപ്പോൾ അത് കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ എല്ലാവരും ചോറുണ്ട് എല്ലാവരും പൂരം കാണാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. വണ്ടിയൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ആകെ ബ്ലോക്കാവും. അപ്പോൾ ഞങ്ങൾ നടന്ന് ഉൾവഴി കൂടെയാണ് പോണത് കേട്ടോ. അപ്പോൾ അത് ഓരോ ആനകളായിട്ട് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. പിള്ളേർ നല്ല ആഘോഷത്തിലാണ്. ഒപ്പം നമുക്കും ചാടാനായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഒതുങ്ങി നിൽക്കും. പലതരം കാവടികളും അതുപോലെ തെയ്യങ്ങളും തിറകളും ഒക്കെ ഉണ്ട് കാണാനായിട്ട്. അടിപൊളിയായിരുന്നു. അപ്പോൾ ആനയുടെ കൂട്ടെഴുന്നള്ളിപ്പ് കാണാനായിട്ട് അങ്ങോട്ട് പോയില്ല കേട്ടോ. കാരണം നല്ല തിരക്കാണ്. പിന്നെ വല്ല ആനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമോശം തോന്നിയാലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ ഇതേ ഇറങ്ങി പോണത് ഇരുട്ടിലൂടെ ഇറങ്ങി പോണത് വെടിക്കെട്ട് കാണാനാണ്. കഴിക്കാനായിട്ട് കപ്പലണ്ടി അതുപോലെ കോളിഫ്ലവർ വറുത്തത് വെള്ളമൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോയത്. കാരണം നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നേരത്തെ കൂടെ പോയില്ലെങ്കിൽ നമുക്ക് സ്ഥലം കിട്ടില്ല കേട്ടോ നിൽക്കാനായിട്ട്. അടിയിലൊക്കെ നിറച്ച ആൾക്കാരാണ്. അപ്പം നമ്മുടെ വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി വെടിക്കെട്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് ബാല ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാം. കുറേ കാലമായി അതൊക്കെ കണ്ടിട്ട്. അപ്പോൾ അത് കാണാം. അത് കണ്ടിട്ട് പിന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ചങ്ങനെ വീട്ടിൽ പോയിട്ടാ.